ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീമിലെ ഗ്രൂപ്പ് ബി ആൻഡ് സി മാത്സ് റിവിഷൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 ആണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് മൊഡ്യൂൾ 3 വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ 3t. സൈൻ സ്ക്വയർ 3t എന്ന് പറയുന്നതിന്റെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചില സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിലൊന്നും സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം, സൈൻ സ്ക്വയർ 80 എന്ന് പറയുന്നൊരു ടേം ഇല്ല. പകരം സൈൻ 80 എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ 3t എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ ട്രിഗ്നോമെട്രി യൂസ് ചെയ്തിട്ട് അതിനെ മാറ്റണം. അപ്പോൾ നോക്കൂ, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x/2 ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 3t ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 3t വിൽ ബി ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 60/2. കാരണം 2 ഇൻറ്റു 3t, ദാറ്റ് ഈസ് 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു 3t 60 ആയിട്ട് മാറും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ 3t ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് കോസ് 60 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി ഈ 1/2 ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അതിനെ എനിക്ക് ലാപ്ലേസിന്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 60. ഇതിലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 60 എന്ന് പറയുന്നത് s/s² പ്ലസ് a². a എന്ന് പറയുന്നത് 6 ആയ കാരണം 6ന്റെ സ്ക്വയർ 36. ഇതിനെ നമുക്ക് ഒന്ന് LC എടുത്ത് എഴുതുകയാണെങ്കിൽ s² പ്ലസ് 36 മൈനസ് s ഇൻറ്റു s² ഓൾ ഡിവൈഡഡ് ബൈ s ഇൻറ്റു s² പ്ലസ് 36. s² ക്യാൻസൽ ആവും. 36/2 18 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഫൈനൽ ആൻസർ 18/s ഇൻറ്റു s² പ്ലസ് 36 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻²t cos h4t. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യാം. cos h4tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s/s² മൈനസ് 16 ആണ്. cos h80 എന്ന് പറഞ്ഞാൽ s/s² മൈനസ് a² ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 4 ആയ കാരണം 4² 16 വരികയാണ്. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ചോദിച്ചിട്ടുള്ളത് cos h80 അല്ല, e⁻²t cos h4t ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? s എന്നുള്ള പോയിന്റ് ഇതിന്റെ s+2 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് എസ് ഉള്ള സ്ഥാനത്തെല്ലാം s+2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ദാറ്റ് ഈസ് s+2 ഡിവൈഡഡ് ബൈ s+2 ദ ഹോൾ സ്ക്വയർ മൈനസ് 16. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻at cos hbt എന്ന് പറഞ്ഞാൽ s+a ഡിവൈഡഡ് ബൈ s+a ദ ഹോൾ സ്ക്വയർ മൈനസ് b² ആണ്. ഇനി ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? s² പ്ലസ് 2ab പ്ലസ് b², s² പ്ലസ് 4s പ്ലസ് 4 മൈനസ് 16. 4 മൈനസ് 16 മൈനസ് 12 ആണ് ലാസ്റ്റ് ആൻസർ. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് s+2 ബൈ s² പ്ലസ് 4s മൈനസ് 12 ആണ്. ഓക്കെ, ഇതാണ് ഷിഫ്റ്റിംഗ് തിയറി ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ e⁻⁻80 എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് പ്ലസ് എ ആയിരിക്കും. ഓക്കെ, next question, solve by using Laplace transform. Y double dash plus 4y dash plus 3y equal to e⁻⁻t, where y of 0 equal to 1, y dash of 0 equal to 1. ഇത് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബൈ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ബോത്ത് സൈഡ്സും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അപ്പോൾ ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. വി ഗെറ്റ് y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s² y of s മൈനസ് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ള കാരണം s ഇൻറ്റു y of 0 മൈനസ് y ഡാഷ് ഓഫ് 0 പ്ലസ് 4y ഡാഷ് എന്ത് വരും? 4s y of s മൈനസ് 4y of 0 പ്ലസ് 3y of s yയുടെ 3y of s e⁻⁻t ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s പ്ലസ് a, ദാറ്റ് ഈസ് 1/s പ്ലസ് 1 ആണ്. ഇനി ഇതിൽ y of s ന്റെ ടേംസ് ക്ലബ് ചെയ്യാണ്. ദാറ്റ് ഈസ് s² പ്ലസ് 4s പ്ലസ് 3 ഓൾ ഇൻറ്റു y of s മൈനസ് s ഇൻറ്റു y of 0 1 ആണ് മൈനസ് s, y ഡാഷ് ഓഫ് 0 1 ആണ് s മൈനസ് 1, 4 y of 0 1 ആണ് മൈനസ് 4 ഇൻറ്റു 1 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s പ്ലസ് 1. ഇനി ഇവിടെ ഉള്ള ഇത്രയും ടേംസ് y of s ന്റെ കോഎഫിഷ്യന്റ് അല്ലാത്ത ബാക്കിയുള്ള ഇത്രയും ടേംസിനെ നമ്മൾ RHSലോട്ട് കൊണ്ടുവരികയാണ്. അപ്പം -1 -4 -5 ആണ്. -s -5 RHSലേക്ക് വരുമ്പോൾ +s +5 ആവും. LCM എടുത്തു കഴിഞ്ഞാൽ s² പ്ലസ് എന്ത് വരും? s പ്ലസ് 5 ഇൻറ്റു s പ്ലസ് 1, ദാറ്റ് ഈസ് s² പ്ലസ് 6s പ്ലസ് 6 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ y of s എന്ന് പറയുന്നത് s പ്ലസ് 1 ഈ s പ്ലസ് 1 ഡിവൈഡഡ് ബൈ y of s ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള s² പ്ലസ് 4s പ്ലസ് 3 ആണ്.
ഇനി എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 3യുടെ ഫാക്ടേഴ്സ് എന്താണ്? എസ് പ്ലസ് 1ഉം എസ് പ്ലസ് 3യും ആണ്. ഓൾറെഡി ഒരു എസ് പ്ലസ് 1 ഉള്ള കാരണം അത് എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 3 ആവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ y ഓഫ് ടിയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇതൊക്കെ എസ് ഡൊമൈനിലാണ് ഉള്ളത്. അതിനെ ടൈം ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം, ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് കാണണമെങ്കിൽ എളുപ്പം ഏതാണ്? പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റുമോ? കാരണം ന്യൂമറേറ്ററിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 3. എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉള്ള കാരണമാണ് ഇങ്ങനെ a ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ വന്നത്. സപ്പോസ് ഇവിടെ എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെ അനദർ ടേം വരും, സി ബൈ എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് വരും. പിന്നെ ഇവിടെ ഡി ബൈ എസ് പ്ലസ് 3 ആയേനെ. പക്ഷെ ഇവിടെ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ ഡിനോമിനേറ്റർ ടേം ഉണ്ടായിരുന്നുള്ളൂ എൽ എച്ച് എസിലെ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 3നെ ആ മൊത്തം ടേം എൽ എച്ച് എസിലും ആർ എച്ച് എസിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 6 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു? എസിന് -1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ഈ ടേം മൊത്തം 0 ആയി പോകും അല്ലേ? അപ്പോൾ ബിയും സിയും 0 ആയി പോകും. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. എസിന് -3 കൊടുത്താൽ എയും ബിയും 0 ആയി പോകും, സിക്ക് വാല്യൂ കിട്ടും. എസിന് 0 കൊടുത്താൽ നമുക്കൊരു കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ബിയും സിയും അറിയാം, എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എസ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ 1 ഈക്വൽ ടു 2b എന്ന് വരും. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 1/2. എസ് ഈക്വൽ ടു -3 ആകുമ്പോൾ ഈ ടേമും ഇല്ല. -3 പ്ലസ് 1 -2 ദ ഹോൾ സ്ക്വയർ 4c. 4c ഈക്വൽ ടു ഇവിടെ -1 സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ -3 വരും. സി എന്ന് പറഞ്ഞാൽ -3/4. എസിന് 0 കൊടുക്കുമ്പോൾ 6 ഈക്വൽ ടു ഇവിടെ എസിന് 0 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 3 3a പ്ലസ് 3b പ്ലസ് സി വരും. 3a പ്ലസ് 3b പ്ലസ് സി ഈക്വൽ ടു 6 വരും. എക്കും ബിക്കും എ കണ്ടുപിടിച്ചിട്ടില്ല, ബിക്കും സിക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു അൺനോണേ ഉള്ളൂ, എ മാത്രം. അത് സിമ്പിൾ ഈക്വേഷൻ സോൾവ് ചെയ്താൽ എ ഈക്വൽ ടു 7/4 എന്ന് കിട്ടും. നമുക്ക് കിട്ടിയ എ ബി സി എന്ന് പറയുന്ന ഇക്വേഷൻസ് പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോമാറ്റിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എ ബൈ എസ് പ്ലസ് 1 ദാറ്റ് 7/4 എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 1/2 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 3 -3/4 എസ് പ്ലസ് 3. അത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ നമുക്കറിയാലോ. അതെങ്ങനെയാണ്? 1 ബൈ എസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി ആണ്, ഇ റേസ് ടു മൈനസ് 8t. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 7/4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി വരും. 1/2 അതുപോലെ തന്നെ എഴുതി. എസ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഇ റേസ് ടു മൈനസ് ടി ആണ്. -3/4 1 ബൈ എസ് പ്ലസ് 3യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു -3t ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മൾ അതിന് സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴിയാണ് കൂടുതലും ചെയ്യാറ്. Okay. Next question. Find inverse Laplace transform of 3s plus 2 divided by s minus 1 into s square plus 1. 3s plus 2 divided by s minus 1 into s square plus 1 എങ്ങനെ എഴുതാം? a by s plus 1 plus bs plus c divided by s square plus 1 എഴുതാം അല്ലേ? പാർഷ്യൽ ഫ്രാക്ഷനിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ഇനി ഫ്രാക്ഷൻ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നാണ് എഴുതാറുള്ളത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? എസ് മൈനസ് 1 എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 3s പ്ലസ് 2 ഈക്വൽ ടു എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 1. ഇവിടുത്തെ ഈ ടേം ഇല്ലത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. രണ്ട് ടേം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്വയർ ടേം ഒന്നുമില്ല, ക്യൂബ് ടേം ഒന്നുമില്ല. അങ്ങനെ സിമ്പിളായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്ക്വയർ ഉണ്ടെങ്കിൽ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ശരിക്കും മൾട്ടിപ്ലൈ ബൈ എസ് ആ ടേം അങ്ങനെ തന്നെ ചെയ്യണം. ഇത് അങ്ങനെ ചെയ്യുന്ന നിർബന്ധമില്ല, നമുക്കത് തന്നെ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. കണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എസിന് -1 എസിന് +1 കൊടുത്താൽ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ എക്ക് വാല്യൂ കിട്ടും. എസിന് 0 കൊടുത്താൽ എ മൈനസ് ഈക്വൽ ടു 2 വന്നു. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. ഇനി എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റിയാണ്. ഇവിടെ എൽ എച്ച് എസിൽ എക്സ് സ്ക്വയറിന്റെ ടേമേ ഇല്ല, അപ്പോൾ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. ആർ എച്ച് എസിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു 0. എയുടെ വാല്യൂ അറിയാം, ബി എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും, -5/2. അപ്പോൾ ഈ വാല്യൂസ് എ ബി സിയുടെ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് 5/2 ബൈ എസ് മൈനസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് -5/2 എസ് പ്ലസ് 1/2 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു.
അപ്പോൾ 5/2 ഇത് എസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി ആണ്. മൈനസ് ആണ് ഇവിടെ വരിക, -1 ആണ് ഉള്ളത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് ടി ഇ റേസ് ടു പ്ലസ് ടി വന്നു. എസ് ഇത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ടി ആണ്. 1/s സ്ക്വയർ പ്ലസ് 1 സൈൻ ടി ആണ്. അപ്പോൾ 5/2 ഇ റേസ് ടു എസ് മൈനസ് എ റേസ് ടു ടി മൈനസ് 5/2 കോസ് ടി പ്ലസ് 1/2 സൈൻ ടി ആണ് ഇതിന്റെ ലാസ്റ്റ് ആൻസർ. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ആൻസർ. Next question. Using convolution theorem, find the inverse Laplace transform of 18s by s square plus 36 the whole square. അപ്പോൾ കൺവല്യൂഷൻ തിയറം വെച്ചിട്ടാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ഫംഗ്ഷൻ വേണം. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എഫ് ഓഫ് എസിനെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 എന്ന് കൊടുത്തു, ജി ഓഫ് എസിനെ 18/s സ്ക്വയർ പ്ലസ് 36 എന്ന് എഴുതി. ഓരോന്നിന്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് എന്തായിരിക്കും? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ് 80 ആണ്. ഇവിടെ എ 6 ആണ്, അപ്പോൾ കോസ് 60. ജി ഓഫ് എസ് 18/s സ്ക്വയർ പ്ലസ് 36 അതെന്ന് പറഞ്ഞാൽ സൈനിന്റെ ആണ്. അത് 1/6 സൈൻ 80 വരും, സൈൻ 60 വരും. ദാറ്റ് ഈസ് 18/6 സൈൻ 60, ദാറ്റ് ഈസ് 3 സൈൻ 60. അപ്പോൾ രണ്ട് ഫംഗ്ഷനും ടി അതിന് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ കൺവല്യൂഷൻ തിയറി പ്രകാരം എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി ആണ്. അപ്പോൾ എഫ് കൺവല്യൂഷൻ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to t cos 6 3 sin 60 minus tau d tau. 3 കോൺസ്റ്റന്റ് ടേം ആണ്, 3 ഔട്ട്സൈഡ് എഴുതി. ഇന്റഗ്രൽ 0 to t cos 6 sin 60 minus 6 tau d tau. ഇത് cos a sin b ആണ്. 2 cos a sin b sin a plus b minus sin a minus b ആണ്. ഇവിടെ 2 ടേം ഇല്ല, അപ്പോൾ 3/2 ഇന്റഗ്രൽ 0 to t sin 60 minus sin 12 tau minus 60 d tau ആണ്. sin 60നെ വിത്ത് റെസ്പെക്ട് ടു ടോ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? ടോ തന്നെയാണ് ആൻസർ. ലിമിറ്റ് 0 to t കൊടുത്തു, അപ്പോൾ t sin 60 വന്നു. ഇവിടെ നമുക്ക് ലിമിറ്റ് 0 to t കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് t കൊടുക്കുമ്പോൾ 12t minus 60 എന്ത് വരും? 60 വരും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഈ ടൈം 0 ആവും. cos minus 60 cos minus theta cos theta ആണ്, അപ്പോൾ cos 60 വന്നു. അപ്പോൾ cos 60 minus cos 60 0 തന്നെ വരും. അപ്പോൾ ഈ ടേം ഇല്ല, ഈ ടേം വാനിഷ് ചെയ്ത് പോവും. ആൻസർ എന്ത് വരും? 3/2 t sin 60 ആണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1/s സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം അല്ലെ? എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1നെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് എസിന്റെ കോഎഫിഷ്യന്റ് 1/2, അതിന്റെ ഹാഫ് എസിന്റെ കോഎഫിഷ്യന്റ് 1, അതിന്റെ ഹാഫ് 1/2, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ഈ സെക്കൻഡ് എസ് പവർ 1 ആയിട്ടുള്ള ടേമിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയറും ബാക്കി 1 മൈനസ് 3/4 3/4 ആയി അങ്ങനെ തന്നെ എഴുതി. അപ്പൊ ഈ ടേമിനെ എനിക്ക് ഇങ്ങനെ എഴുതാലോ? എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3/4 എന്ന് എഴുതാം. ഇനി ഞാൻ ന്യൂമറേറ്ററിലും ഒരു 1/2 വരുത്താൻ വേണ്ടി ഈ 1നെ ഞാൻ 1/2 പ്ലസ് 1/2 എന്ന് എഴുതുകയാണ്. എന്നിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണിത്. എസ് പ്ലസ് 1/2 ബൈ എസ് പ്ലസ് 1/2 പ്ലസ് 3/4 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/2 ബൈ എസ് പ്ലസ് 1/2 പ്ലസ് 3/4 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പൊ ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് കോസ് ആണ്. എസ് ബൈ എസ് പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് ഇത് സൈനും, 1/s പ്ലസ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈനും ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ സ്ക്വയർ എഴുതാൻ വിട്ടുപോയതാണ്. ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇങ്ങോട്ട് എടുത്തിരിയപ്പോൾ സ്ക്വയർ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പൊ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസും 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/a സൈനും ആണ്. പിന്നെ അത് കൂടാണ്ട് എസിന്റെ സ്ഥാനത്ത് എസ് പ്ലസ് 1/2 വന്നിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റിംഗ് തിയറം വന്നിട്ടുണ്ട്. അതായത് എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്തേക്കണേ? പ്ലസ് 1/2, ദാറ്റ് ഈസ് e മൈനസ് t/2 എഴുതണം. എ എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്, ഇത് സ്ക്വയർ ആണ് 3/4. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ √3/2 കോസ് √3/2 t വന്നു. നെക്സ്റ്റ് ടൈമില് 1/2 എഴുതണം. 1/2 കോൺസ്റ്റന്റ് ടേം ആണ്, അതാണ് ഇവിടെ e മൈനസ് t/2/2 വന്നിരിക്കുന്നത്. ഇവിടെ 1/a ദാറ്റ് ഈസ് √3/2ന്റെ ഇൻവേഴ്സ് എടുത്താൽ 2/√3. ഈ ടൈം സൈൻ ആണ്, സൈൻ √3/2 t വന്നു. അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? e മൈനസ് t/2 കോസ് √3/2 t പ്ലസ് e മൈനസ് t/2 2 ക്യാൻസൽ ആയി ഇൻറ്റു 1/√3 സൈൻ √3/2 t.
അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ടി കോസ് ബി ടി. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ബി ഇ റൈസ് ടു മൈനസ് എ ടി സൈൻ ബി ടി. ഈ രണ്ട് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ 3 ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ടോപ്പിക്. എൽ ഇൻവേഴ്സ് കാണാനും ഡയറക്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനും ഷിഫ്റ്റിംഗ് തിയറി ഒക്കെയാണ്, പാർഷ്യൽ ഫ്രാക്ഷൻ ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസിലും. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.